നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോഡി വേസ്റ്റ് വെള്ളത്തിലിട്ട് കുടിക്കുക, പെണ്ണിനെ കൂട്ടിക്കൊടുക്കുക, ഇതൊക്കെ പുണ്യമാണെന്ന് ചിലർ പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജബ്ബാർ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും പ്രസംഗിക്കണതല്ല ജബ്ബാറെ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഈ ഖുർആനാണ് വിമർശിക്കണമെങ്കിൽ ഖുർആനിലുള്ള സംഗതികൾ എടുത്തിട്ട് പറഞ്ഞ് വിമർശിക്കുക. അതിന് സാധ്യമല്ലെങ്കിൽ ആ പണി നിർത്തി പോകാനുള്ളത്. ആരെങ്കിലും അതോ മൗലിയാർ പ്രസംഗിക്കണ വെച്ചിട്ട് ഖുർആൻ വിമർശിക്കരുത്. പിന്നെ ജബ്ബാർ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പാത്രത്തിൽ തുപ്പിയിട്ട് അബൂ മൂസൽ അശ്ശാരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും അത് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ പിന്നിൽ നിന്ന് അത് കേട്ടുകൊണ്ടിരുന്ന ഉമ്മു സലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അഫ്ളലാലി ഉമ്മിക്കുമ, നിങ്ങളെ ഉമ്മക്ക് അതിൽ കുറച്ച് ബാക്കി വെക്കണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നേരത്തെ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകനാണ് മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനേക്കാൾ അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആൾ എന്ന് പറയുമ്പോൾ പ്രവാചകനോടുള്ള അദമ്യമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഇവിടെ. ഇവിടെ പ്രവാചകൻ മാത്രമല്ല, ഏത് മനുഷ്യനും ജബ്ബാർ അടക്കം ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടത്തെ നമ്മൾക്ക് ഭാഷയിൽ ഏത് പേരിട്ടും വിളിക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഈ ഇഷ്ടപ്പെട്ട ആൾക്ക്, ആരെയാണോ ഇയാൾ ഇഷ്ടപ്പെട്ടത് അയാളുമായി ബന്ധപ്പെട്ടതെല്ലാം ഇയാൾക്ക് ഇഷ്ടമായി തീരുന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അയാൾ ഭക്ഷിച്ചതിൻ്റെ ബാക്കി ഭാഗം ഭക്ഷിക്കുക, കുടിച്ചതിൻ്റെ ബാക്കി ഭാഗം കുടിക്കുക. അതുപോലെ തന്നെ അയാൾ കുടിച്ച ആ പാത്രത്തിൽ ഏത് ഭാഗത്തു നിന്നാണോ അയാൾ കുടിച്ചത് അവിടെ തന്നെ ചുണ്ട് വച്ചിട്ട് കുടിക്കുക. ചിലപ്പോൾ അയാളുടെ ഉമിനീര് കലർന്നിട്ടുള്ള വെള്ളം വാങ്ങി കുടിക്കുക പോലുള്ള സംഗതികളൊക്കെ ലോകത്ത് മനുഷ്യർ എല്ലാവരും ജബ്ബാറും ചെയ്യണ തന്നെയാണത്. ജബ്ബാറിൻ്റെ മക്കളെ സ്നേഹിക്കുമ്പോൾ ആ മക്കളുടെ ഉമിനീര് ചിലപ്പോൾ ജബ്ബാറിൻ്റെ തുണിയിലോ അല്ലെങ്കിൽ കയ്യിലോ മുഖത്തോ ചിലപ്പോൾ നാക്കുമ്മലോ ഒക്കെ ആയിട്ടുണ്ടാവും, ഭാര്യയുടേതായിട്ടുണ്ടാവും, മറിച്ചും ഉണ്ടാവും. ഇവിടെ ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാർ മാത്രമല്ല, മനുഷ്യർ ആദരിക്കുന്ന മഹാന്മാർ എന്ന നിലക്ക് അവർ ആദരിക്കുന്ന ആളുകൾ, അതിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മഹർഷിമാരോ അല്ലെങ്കിൽ മുനിമാർ, സ്വാമിമാർ, ഇങ്ങനെയൊക്കെയുള്ള പേരിൽ വരാം. ഇസ്രായേൽ സമൂഹത്തിലേക്ക് പോകുമ്പോൾ പ്രവാചകന്മാർ എന്നുള്ള അർത്ഥത്തിലാണ് വരിക. ഇസ്ലാമിക സമൂഹത്തിലും അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ലോകത്ത് എല്ലാവരും ചെയ്യണതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നബി അള്ളാഹുവിൻ്റെ ദൂതൻ എന്നുള്ള നിലക്ക് മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉമിനീരിന് മറ്റുള്ളവരുടെ ഉമിനീരിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതൊക്കെ ശരി തന്നെയാണ്. അതിലൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു അർപ്പും വെറുപ്പുമൊന്നുമില്ല. എന്നാൽ അത് മറ്റുള്ള എല്ലാ മനുഷ്യർക്കും അത് കൊടുക്കാറുമില്ല. അത് മനസ്സിലാക്കേണ്ടതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാൻ കഴിയും. നബി ഉമിനീര് പറ്റിയതിൻ്റെ പേരിൽ ചിലരുടെ സുഖമായതായിട്ട് ഹദീസിൽ കാണാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിന് രോഗം ബാധിച്ചു ഖൈബർ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ. നബി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് രോഗം ബാധിച്ചാണ്. നബി അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് തുപ്പി എന്ന് ആ ഹദീസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരുടെ കാര്യത്തിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതോടുകൂടി അത് സുഖാവും ചെയ്യുന്നുണ്ട്. ഈ ഉമിനീര് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സാധനമാണ് എന്ന് ജബ്ബാറിന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ജബ്ബാറിന് ഉമിനീര് തന്നെ ഇറക്കാൻ പാടില്ലല്ലോ.
മറ്റൊരാളുടേത് എന്നതാണെങ്കിൽ അത് മനുഷ്യനെ സ്നേഹിക്കുന്നതിനനുസരിച്ചാണ് അതുമായിട്ടുള്ള മനുഷ്യന് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. അത് മനുഷ്യൻ്റെ ആത്മീയവും അതുപോലെ തന്നെ സ്നേഹവും ഇഷ്ടവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അത് നിയമത്തിൻ്റെ അളവുകോലിൽ വരുന്നതോ അല്ലെങ്കിൽ യുക്തിയുടെ അളവുകോലിൽ വരുന്നതോ ഒന്നുമല്ല. മനുഷ്യൻ യുക്തി കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നതും ഇത്തരുണത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് യുക്തിവാദികൾ പോലും യുക്തി കൊണ്ട് മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്. യുക്തിവാദികളും അവർക്ക് ആവശ്യം വരുമ്പോൾ യുക്തിവിരുദ്ധമായിട്ടുള്ള പലതും അവർ ചെയ്യുന്നുണ്ടാവും. അത് ചിലപ്പോൾ ചില ആളുകൾ ചെയ്യണത്, ജബ്ബാറിനെ പോലുള്ള ആളുകൾ ചെയ്യണത് ചിലപ്പോൾ ജനം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏത് മനുഷ്യനും അവൻ്റെ യുക്തി കൊണ്ട് മാത്രമേ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് സാധിക്കണ കാര്യമല്ലത്. അതുകൊണ്ട് ജീവിതത്തിൽ ആരെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നതിനനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ സമീപനം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ അബൂ മൂസ അശ്അരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് വെള്ളം കൊടുത്തപ്പോൾ അവരത് നിരസിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അവരത് വാങ്ങി കുടിക്കുക ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? അവർക്കറിയാം മുഹമ്മദ് നബി ആരാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്നും അദ്ദേഹം കൊടുത്തിട്ടുള്ള ഈ വെള്ളത്തിന് വല്ല പ്രത്യേകതയുണ്ടോ എന്നുള്ളതൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഇവരോട് രണ്ടാളോടും പറഞ്ഞത്, നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി, മാതാവിന് വേണ്ടി. ഇവിടെ മാതാവെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിൽ പറഞ്ഞ വസുവാജുഹും ഉമ്മഹാത്തുഹും, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ മുസ്ലിങ്ങളുടെ മോമിനുകളുടെ മാതാക്കളാണ് എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ് ഇവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇവരോട് നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി കുറച്ച് ബാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവരെ പ്രസവിച്ച മാതാവ് എന്നുള്ള നിലക്കല്ല. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ യുക്തി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താമെന്ന് തീരുമാനിച്ചാൽ അത് യുക്തി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സംഗതിയല്ല. ചിലപ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടാവും, ചിലപ്പോൾ അതിൽ മറ്റ് ചില ചേരുവകളുണ്ടാവും. അപ്പോൾ ഈ സംഭവം ജബ്ബാർ ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവം തന്നെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അദ്ദേഹം നബിയോട് വല്ലതും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്ശിർ, സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറഞ്ഞു, താങ്കളെപ്പോഴും എന്നോട് അബ്ശിർ എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കാര്യമില്ല, എനിക്ക് വല്ലതും കിട്ടണമെന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളിൽ നിന്ന് മുഖം തിരിക്കുകയാണ്. താൻ പറയുന്ന ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ട് അതുപോലും സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ഒരുത്തൻ, അവനോട് സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബിക്ക് മാത്രമല്ല ജബ്ബാറിന് പോലും അരിശുണ്ടാവും. ഒരു സംഗതി നിനക്ക് കിട്ടാൻ പോകണ്ട്, ഇജ്ജ് സന്തോഷിച്ചോ, എന്നോട് ഞാൻ ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണെന്ന് നേരത്തോട് പറഞ്ഞിട്ട് ജബ്ബാറിനോടാണ് ഇങ്ങനെ പറയണമെങ്കിൽ ജബ്ബാറിനും ദേഷ്യം പിടിക്കുവാടെ. അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ ഇയാളുമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അയാളുടെ മുമ്പിൽ വച്ചിട്ട് തന്നെ സത്യവിശ്വാസികൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്ന് ഇയാളുടെ മുമ്പിൽ നബിക്ക് അത് തെളിയിക്കേണ്ടതുണ്ട്. നബിക്ക് തെളിയിക്കേണ്ടതുണ്ട്, നബിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും അത് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇത്തരത്തിലുള്ള ഒരു സമീപനം കൈക്കൊള്ളുന്നു. ആ സമീപനത്തെ മറ്റുള്ളവർ അംഗീകരിക്കുകയും അത് അവർ ശിരസാവഹിച്ചുകൊണ്ട് നബി പറഞ്ഞതനുസരിച്ച് അവർ ആ വെള്ളം വാങ്ങി കുടിക്കുകയും ചെയ്യുന്നു. അതിലൊരു വിഹിതം തനിക്ക് കൂടി വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമയും പറയുന്നു. അപ്പോൾ ഇത് പലപ്പോഴും ചില നയങ്ങളുടെയോ സമീപനങ്ങളുടെയോ ഒക്കെ പ്രശ്നമാണ്. അത് നിയമത്തിൻ്റെ പരിധിയിലോ യുക്തിയുടെ പരിധിയിലോ ഒന്നും ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല. അതിന് മനുഷ്യന് സ്നേഹം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവേണ്ടതുണ്ട്. ജബ്ബാറിനെ പോലെ സ്നേഹം മരവിച്ചു പോയിട്ടുള്ള, അതുപോലെ തന്നെ മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണ്, അതുപോലെ നേതാവും അനുയായികളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊന്നും അറിയാത്ത, അതിനെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ലാത്ത ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസം. അതുകൊണ്ട് അവരങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും ഇത്തരം സംഗതികളെ സംബന്ധിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിം സമൂഹം ഇത്തരത്തിലുള്ള
ഈ ഞഞ്ഞമ്മിഞ്ഞ പറയണതിന് യാതൊരു വിലയും കൽപ്പിക്കുകയില്ല എന്നതാണ് ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം സംഗതികൾ പറയുന്നതിന് പകരം ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആനിൽ വസ്തുതാവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ യുക്തിവിരുദ്ധമായിട്ട് ശാസ്ത്രവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് തെളിവ് സഹിതം സമർപ്പിക്കുകയാണ് ജബ്ബാർ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പോവുമല്ല, അതാണ് ഈ വിളിച്ചു പോവലാണ് ഇപ്പോൾ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഖുർആനിൽ എന്തെങ്കിലും നല്ല കാര്യമുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ജബ്ബാർ ഇതുവരെ അടിയും പറഞ്ഞു വരില്ല. അങ്ങനെ ഉണ്ടാവുമോ ഒരു സാധനം? ലോകത്ത് ഏത് സംഗതി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കുറ്റങ്ങളും കുറവുള്ള സാധനങ്ങൾ പോലും അതിലെന്തോ ഒരു ഗുണമുണ്ടാവും. അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അപ്പോഴേ അതിന് നിലനിൽക്കാൻ അർഹതയുള്ളൂ. ഒരു നന്മയില്ലാത്ത ഒരു സാധനത്തിനും ഒരു സംഗതിക്കും ലോകത്ത് ഒരു നിമിഷം പോലും നിലനിൽക്കാൻ അർഹതയില്ലാണല്ലോ. അതെങ്കിലും ജബ്ബാറിനെ പോലുള്ളവർ പിന്നെ ഖുർആനിന് അംഗീകരിച്ചു കൊടുക്കണ്ട. അതുപോലും അംഗീകരിച്ചു കൊടുക്കാതെ എല്ലാറ്റിനെയും ഈ നിലക്ക് നിശിതമായിട്ട് പരിഹസിച്ച് തള്ളുന്ന ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ ബുദ്ധിക്കാണ് യഥാർത്ഥത്തിൽ മരവിപ്പ് ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് നമ്മൾക്ക് അരക്കിറുക്കന്മാർ എന്ന് പറയേണ്ടി വരുന്നത്.